നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികൾക്കിടയിൽ ആത്മഹത്യ കൂടുന്നുവോ എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് പുതിയ വാർത്ത. കുവൈറ്റിൽ മലയാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ആലപ്പുഴ സ്വദേശിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശി പുത്തൻതറയിൽ രാജേഷ് രഘുവാണ് മരിച്ചത്. KRH കമ്പനി ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. തിങ്കളാഴ്ച രാവിലെ മംഗഫിലെ കമ്പനി താമസ സ്ഥലത്താണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ തുഷാര, മക്കൾ അഗ്നി, അദ്വൈത്. മൃതദേഹം ഫോറൻസിക് വകുപ്പിന് കൈമാറുകയും ചെയ്തു. പോലീസ് കേസെടുത്തിരിക്കുന്നു. പ്രവാസി മലയാളികളുടെ ശ്രദ്ധയ്ക്ക് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക, അതിജീവിക്കാൻ ശ്രമിക്കുക. കോവിഡ് പ്രതിസന്ധി, അതിന് പിന്നാലെ വന്ന പല പ്രശ്നങ്ങളും ആത്മഹത്യയിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ആ പ്രവണതയെ അതിജീവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. 2 ദിവസം മുന്നേ സമാനമായ സംഭവം നടന്നിരുന്നു. അതും ഒരു മലയാളി തന്നെയാണ് ആത്മഹത്യ ചെയ്തത് എന്നതാണ് ശ്രദ്ധേയം. കുവൈറ്റിലായിരുന്നു മലയാളി നേഴ്സ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജീവൻ രക്ഷിക്കാൻ കഠിന ശ്രമം നടത്തിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കോട്ടയം സ്വദേശിനിയായ മലയാളി നേഴ്സാണ് മരിച്ചത്. കുവൈറ്റ് മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സും കോട്ടയം നെടുങ്കണ്ടം സ്വദേശിനിയായ ഡിംപിളാണ് ആശുപത്രി ചികിത്സയിൽ കഴിയവെ മരിച്ചത്. മംഗഫിൽ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ശുചിമുറിയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ ഉടൻ തന്നെ അദാൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. 2 ദിവസമായി ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് യുവതി മരിച്ചത്. അതിദാരുണമായ സംഭവമായിരുന്നു നടന്നത്. ആത്മഹത്യ പിന്നിലുള്ള കാരണം ഇപ്പോൾ വ്യക്തമല്ല എന്നതാണ് ശ്രദ്ധേയം. ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾ തീർച്ചയായും മനസ്സിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക.